ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 32ാമത്തെ പാർട്ടാണ്. എന്നാൽ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? നിനക്കൊരു മാറ്റം എന്തെങ്ങനെയൊക്കെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ മീ. പറഞ്ഞ കേട്ടത് വിശ്വസിക്കാനാവാതെ തടഞ്ഞിരുന്നു. എന്ത് വർണ്ണ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവളുടെ മേലുള്ള ദത്തൻ്റെ കൈകൾ പതിയെ അഴഞ്ഞു. അയ്യോ എൻ്റെ മഹാദേവ, ഇത് പറഞ്ഞ് ചിരിക്കാൻ ഇവിടെ ആരുമില്ലല്ലോ. എന്താടി ഇത്ര കിണിക്കാൻ? ഇവിടെ ആരെങ്കിലും തുണിയില്ലാതെ നിൽക്കുന്നുണ്ടോ? പിന്നെ ചിരിക്കാതെ, നിനക്കെന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. എൻ്റെ ദത്തൻ എങ്ങനെയല്ല. അവളവൻ്റെ മുടിയിൽ നിന്ന് ഇറങ്ങി താഴെ നിന്നു. അത് കേട്ട് ദത്തൻ മീശ പിരിച്ചുകൊണ്ട് അവളുടെ അരികിലേക്ക് നടന്നു. അവൻ്റെ മുഖത്തെ ഭാവം കണ്ട് പെട്ടെന്ന് വർണ്ണയുടെ ചിരി നിന്നു. ഉറങ്ങിക്കിടന്ന മൂർഖം പാമ്പിനെയാണല്ലോ ഈശ്വര ഞാൻ കിറ്റ്കാറ്റ് കാണിച്ചുണർത്തിയ. വർണ്ണ പേടിച്ച് പതിയെ പിന്നിലേക്ക് നടന്നു. അതിനോടൊപ്പം ദത്തനും. അവളൊരു ടേബിളിൽ ചെന്നിടിച്ചതും പേടിയോടെ തിരിഞ്ഞു നിന്നു. ഇല്ല, ഇനി പിന്നിലേക്ക് പോകാൻ ഒരിടം പോലും ഇല്ല, ഞാൻ പെട്ടു. അപ്പോഴേക്കും ദത്തൻ അവളെ പൊക്കിയെടുത്ത് ടേബിളിന് മുകളിൽ ഇരുത്തിയിരുന്നു. ദത്തൻ കണ്ടെടുക്കാതെ അവളെ തന്നെ നോക്കി നിന്നു. അവളുടെ പിടയ്ക്കുന്ന മിഴികളും വിറയ്ക്കുന്ന മുഖവും അവൻ കൗതുകത്തോടെ നോക്കിയിരുന്നു. വർണ്ണ, എൻ്റെ മുഖത്തേക്ക് നോക്ക്. തല കുനിച്ചിരിക്കുന്ന വർണ്ണയെ ഇല്ല എന്ന രീതിയിൽ തലയാട്ടി. എൻ്റെ മുഖത്തേക്ക് നോക്കടി. അവൻ്റെ സ്വരം കടുത്തതും അവൾ ഞെട്ടിക്കൊണ്ട് മുഖമുയർത്തി. പിന്നെ ഉണ്ടല്ലോ, ഞാനൊരു സത്യം പറയട്ടെ? അവൻ കള്ളച്ചിരിയോടെ ചോദിച്ചു. ഞാൻ നിന്നോട് ഐ ലവ് യു എന്നൊക്കെ വെറുതെ പറഞ്ഞതാ. എനിക്ക് ഇതുവരെ നിന്നോട് അങ്ങനെ ഒരു ഫീലിങ്സും തോന്നിയിട്ടേ ഇല്ല. ആണോ? എന്നാ ശരി, ഇനി എനിക്ക് പോവാലോ. വർണ്ണ തൻ്റെ മേലുള്ള കൈ തട്ടി മാറ്റി ടേബിളിൽ നിന്ന് ഇറങ്ങാൻ നിന്ന് ദത്തൻ അവളെ തടഞ്ഞു. നിനക്ക് ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ഒരു സങ്കടവും ഇല്ലേ? നിഷ്കളങ്കായി ചോദിക്കുന്ന ദത്തനെ കണ്ട് വർണ്ണയ്ക്ക് ശരിക്കും ചിരി വന്നിരുന്നു. എനിക്കെന്തിനാ സങ്കടം വരുന്നേ? അവൾ ഭാവവ്യത്യാസമില്ലാതെ പറഞ്ഞു. നീ എന്ത് സാധനാടി ദുഷ്ട. ഇനി സങ്കടം ഇല്ലെങ്കിൽ എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഇത്തിരി വിഷമം അഭിനയിച്ചൂടെ? ഇത്ര സങ്കടം മതിയോ ദത്ത? അവൾ മുഖത്ത് വിഷാദഭാവം വാരി വിതറിക്കൊണ്ട് ചോദിച്ചു. ഓടി അവിടുന്ന്, നിന്നൊക്കെ കെട്ടി എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അവൻ പിണങ്ങിക്കൊണ്ട് തിരിഞ്ഞു നടന്നു. വർണ്ണ അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി. ഏയ്, അങ്ങനെ പോവല്ലേ ദത്ത. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ദത്തൻ ശരിക്കും ദേഷ്യപ്പെട്ടുകൊണ്ട് ബെഡിൽ വന്നിരുന്നു. ഈശ്വര, കളിക്കാരിയായ ദത്തൻ ശരിക്കും വേണമെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട് വളച്ചൊടിച്ചതാണ്. അവൾ ദത്തൻ്റെ അരികിൽ വന്നിരുന്നു. അവൻ ഫോണിൽ നോക്കിയിരിക്കുകയാണ്. ദത്ത, അവൾ അവൻ്റെ തോളിൽ തട്ടി വിളിച്ചു. പക്ഷെ എവിടെ നിന്ന് നോക്കണു? ഇങ്ങനെ ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന ഭാവം പോലും അവളില്ല. ദത്ത! വർണ്ണ, നീ എണീച്ചു പോ. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട. നിന്നോടൊക്കെ സ്നേഹത്തിൽ സംസാരിക്കാൻ വന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ പുല്ല്. അവൻ ദേഷ്യത്തോടെ ബെഡിൽ നിന്ന് എണീറ്റു. സോറി ദത്ത, ഞാൻ വെറുതെ പറഞ്ഞതാ. നിനക്ക് ഇത്രയ്ക്ക് ഫീലാവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. സോറി. നേരെ കണ്ണാലെ പറയുന്ന വർണ്ണയെ കണ്ടത് ദത്തന് അത്ഭുതം തോന്നി. അവളെ കണ്ടത് മുതൽ ഇന്ന് വരെ നോക്കുമ്പോൾ ആകെ 3-4 വട്ടം മാത്രമേ അവൾ തൻ്റെ മുന്നിൽ കരഞ്ഞിട്ടുള്ളൂ. എത്ര സങ്കടമുണ്ടെങ്കിലും തൻ്റെ മുന്നിൽ എപ്പോഴും കളിച്ച് ചിരിച്ച് നടക്കാറുള്ളൂ. നീ ഇങ്ങനെ കരയാൻ മാത്രം ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോടി. കണ്ണു തുടക്കിടി. ദത്തൻ അലറിക്കൊണ്ട് പറഞ്ഞ വാപ്പൊത്തി പിടിച്ചു. എന്നിട്ട് അവളെ നിന്ന് തേങ്ങൽ ഉയർന്നു. ദത്തൻ ശ്വാസം മാഞ്ഞു വലിച്ച് ദേഷ്യം സ്വയം അടക്കി. ശേഷം അവളുടെ അരികിലിരുന്ന് തോളിലൂടെ കൈയിട്ട് തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. കുഞ്ഞേ, അവൾ തേങ്ങിക്കൊണ്ട് മൂളി. കരച്ചിൽ നിർത്തുന്ന ആദ്യം, ഞാൻ ഒന്ന് പറയട്ടെ. ദത്തൻ കണ്ണു തുടച്ച് ദത്തനെ നോക്കി. കഴിഞ്ഞത് കഴിഞ്ഞു. നീ പറഞ്ഞത് ഞാൻ മറന്നു. ഞാൻ പറഞ്ഞത് നീയും മറന്നു, കേട്ടല്ലോ. അവൾ തലയാട്ടി. ഇനി എൻ്റെ കുട്ടി ഒന്ന് ചിരിച്ചേ. ചിരിക്കിടി കുട്ടെ. ദത്തൻ അവളുടെ കാതിൽ പതിയെ കടിച്ചും പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി. ഒരു ഫ്രഞ്ച് കൂടി ആയാലോ? ദത്തൻ അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് കള്ളച്ചിരിയോടെ ചോദിച്ചതും വർണ്ണ അവനെ ബെഡിലേക്ക് തള്ളിയിട്ടു. വയസ്സാങ്കാലത്താ കള്ളക്കിളവൻ്റെ ഒരു ഒലിപ്പീര്. കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കേ, എന്നിട്ട് അവൻ്റെ ഒരു ഉമ്മ. വർണ്ണ ഇടുപ്പിൽ കൈകൊത്തി നിന്നുകൊണ്ട് പറഞ്ഞു. ആരടി കളവൻ? അവൻ ബെഡിൽ നിന്ന് എണീറ്റ് ഷർട്ടിൻ്റെ ബട്ടൺ അയച്ച് അവളുടെ അരികിലേക്ക് വന്നു.
നീ തന്നെയാടാ. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ നിനക്ക് എന്നെ പോലെ ഒരു ക്യൂട്ട് ഗേളിനെ എന്നിങ്ങനെ കാണാൻ കിട്ടുന്നത് തന്നെ ഭാഗ്യം എന്ന് കരുത്. അത് പറഞ്ഞു പുറത്തേക്ക് ഓടി. ഡി, നീ റൂമിലേക്ക് വരുമല്ലോ, അപ്പം ഞാൻ കാണിച്ചു തരാം കിളവനാണോ അല്ലയോ എന്ന്. അത് ചിലപ്പോൾ എൻ്റെ കുട്ടിക്ക് താങ്ങാൻ കഴിഞ്ഞൊന്നും വരില്ല. ഒന്ന് പോടാ പറഞ്ഞ താഴേക്ക് ഓടി. പറഞ്ഞ നേരെ അടുക്കളയിലേക്കായി ചെന്നത്. അടുക്കളയിൽ അമ്മയും ദർശനയും ചെറിയമ്മയും നിൽക്കുന്നുണ്ട്. പറഞ്ഞേ കണ്ടത് അമ്മ അവളെ ശ്രദ്ധിക്കാതെ അടുക്കളയിൽ നിന്നും പുറത്തേക്ക് പോയി. ചെറിയമ്മ, അവൾ ചെറിയമ്മയുടെ അടുത്ത് വന്നു. ചെറിയമ്മ ചായ ഉണ്ടാക്കുമായിരുന്നു. ആ വന്നല്ലോ, ഇത്ര നേരം എവിടെയായിരുന്നു? ഞാൻ കരുതി ഉറങ്ങിക്കാണുന്നു. ഞാൻ വെറുതെ ഫോണിൽ കളിച്ചിരിക്കുകയായിരുന്നു. റൂമിലെ കാര്യം ആലോചിച്ചും പറഞ്ഞയുടെ ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു. ചെറിയമ്മ, പാത്രങ്ങൾ ഞാൻ കഴുകി വെച്ചു, ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ദർശന കഴുകിയ പാത്രങ്ങൾ സ്റ്റാൻഡിൽ അടക്കി വെച്ചോണ്ട് ചോദിച്ചു. ഇല്ല, ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞു. എന്നാൽ ഞാൻ റൂമിലേക്ക് പോവാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. അവൾ അടുക്കളയിൽ നിന്ന് റൂമിലേക്ക് പോയി. അതാരാ ചെറിയമ്മ പറഞ്ഞ ദർശന പോകുന്നത് നോക്കി ചോദിച്ചു. ആഹാ, ഇതപ്പം നന്നായി, അതാരാന്നറിയില്ലേ? ഇല്ലാന്നേ, എനിക്ക് ആകെ ചെറിയമ്മ, അമ്മ, മുത്തശ്ശി, പപ്പ, പാർവതി, അമ്മായി, ഇവരെ മാത്രം അറിയൂ. ഇനിയുണ്ടല്ലോ ഇവിടെ കുറെ ആളുകൾ. അവരൊക്കെ എവിടെയാ? പോയതാണ് ദർശന, ദേവേട്ടൻ്റെ ഭാര്യയാണ്. 6 മാസമായി കല്യാണം കഴിഞ്ഞിട്ട്. അതേ ചാരോട് അധികം മിണ്ടില്ലേ? കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ കുറച്ച് സംസാരിക്കായിരുന്നു. അതിനിടയിൽ ദർശനയും പാറും തമ്മിൽ എന്തോ ചെറിയ വഴക്കുണ്ടായി. പിന്നെ ആരോടും അധികം സംസാരിക്കാറില്ല. എന്നോട് ഇടയ്ക്ക് എന്തെങ്കിലും സംസാരിച്ചാലായി. പിന്നെ ഇവിടെ ആളുകളുണ്ടല്ലോ, ദത്തൻ്റെ ഏട്ടൻ, അനിയത്തി, പാർവതിയുടെ അനിയത്തി, അച്ഛൻ, ചെറിയച്ഛൻ, ചെറിയമ്മയുടെ 2 മക്കള്, അവരൊക്കെ എവിടെയാ? ആഹാ, എല്ലാവരെയും കുറിച്ചറിയാലോ. പിന്നല്ലാതെ പറഞ്ഞെന്നാ സുമ്മാവാ. ഇവിടേക്ക് വരുന്നതിന് മുമ്പ് ദത്തനെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അതെന്തായാലും നന്നായി. ദത്തൻ്റെ ഏട്ടനും പാർവതിയുടെ അച്ഛനും കൂടെ ബാംഗ്ലൂർ വരെ പോയിരിക്കുക. അവിടെയാണല്ലോ പാറുവിൻ്റെ അനിയത്തി നിമ്മി ജോലി ചെയ്യുന്നത്. അവിടെ കൂടെ ജോലി ചെയ്യുന്ന പയ്യനെ പൂർണ്ണിമയ്ക്ക് എന്തോ ഒരു അടുപ്പം. അക്ഷയോ അഭിജിത്തോ അങ്ങനെ എന്തോ ഒരു പേരാണ് പറഞ്ഞത്. ആ പയ്യനൊന്ന് കണ്ട് സംസാരിക്കാനാണ് അവർ പോയിരിക്കണേ. 3-4 ദിവസം കഴിഞ്ഞാൽ തിരികെ വരും. പിന്നെ ശീലുവും ദത്തൻ്റെ പെങ്ങൾ ദേവശില്പ, ഭദ്രയും ചെറിയമ്മയുടെ മകൾ ശ്രീഭദ്ര കോളേജിൽ പോയിരിക്കുക. അവർ കുറച്ച് കഴിഞ്ഞാൽ വരും. പാറുവും ഭദ്രയും ശീലും നല്ല കൂട്ടാണ്. അതുകൊണ്ട് പാറു എല്ലാവരെയും വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അത് നീ പറഞ്ഞയ്ക്ക് ഒരു പ്രശ്നമല്ല ചെറിയമ്മ. എനിക്ക് ദത്തനും ചെറിയമ്മ ഉണ്ടല്ലോ, അത് മതി. ദേവനെ മോള് ദത്താന്നാണ് വിളിക്കുക. പ്രായം കൊണ്ട് നിങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടല്ലോ. പക്ഷേ ദത്തന് ഞാൻ എപ്പോഴും കുഞ്ഞിനെ പോലെയാ. അവൻ്റെ കുഞ്ഞെന്നുള്ള വിളി കേൾക്കുമ്പോൾ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കാൻ തോന്നും. പറഞ്ഞതിന് ശേഷമാണ് താൻ എന്താ പറഞ്ഞതെന്ന് ബോധം വന്നത്. അവൾ ചെറിയമ്മയൊന്ന് നോക്കി ചിരിച്ച് കാണിച്ചു. എന്താ ചായ കുടിക്കി, ഞാൻ അവർക്ക് പോയി കൊണ്ടു കൊടുക്കട്ടെ ഏട്ടാ. വർണ്ണയ്ക്ക് ഒരു കപ്പ് ചായ കൊടുത്ത് മറ്റുള്ളവർക്കുള്ള ചായ എടുത്ത് ചെറിയമ്മ പോയി. വർണ്ണ ചായയും എടുത്ത് അടുക്കള ഭാഗത്തെ സ്റ്റെപ്പിൽ വന്നിരുന്നു. ചായ നല്ല ചൂടുണ്ട്. അവൾ പതിയെ ഊതി കുടിക്കാൻ തുടങ്ങി. കുഞ്ഞെ, അപ്പോഴേക്കും പിന്നീട് ദത്തൻ്റെ വിളി വന്നിരുന്നു. കയ്യിൽ ഒരു കപ്പ് ചായയുമായി ദത്തൻ വർണ്ണയുടെ അടുത്തായി വന്നിരുന്നു. എന്തെവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കണേ? ദത്തൻ ചോദിച്ചു. ഒന്നുമില്ല, വെറുതെ. അവൾ ചായ ഊതിക്കൊണ്ട് തന്നെ പറഞ്ഞു. അത് നല്ല ചൂടുണ്ട്, കൈ പൊള്ളും, ഇങ്ങനത്താ. ദത്തൻ അവളുടെ കയ്യിൽ നിന്നും ചായ കപ്പ് വാങ്ങി. അവൻ ചായ ഊതിക്കൊണ്ട് അവളുടെ ചുണ്ടിലേക്ക് ചേർത്തു. വർണ്ണ ചായ ഒന്ന് സിപ്പ് ചെയ്തു. ദത്തൻ വളരെ കരുതലോടെ വർണ്ണയ്ക്ക് ചായ കുടിപ്പിച്ചു. നമ്മൾ എന്നാ ദത്തൻ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോവാ? വർണ്ണ അകലേക്ക് നോക്കിയിരുന്നോണ്ട് ചോദിച്ചു. നമ്മളിന്ന് വന്നതല്ലേ ഉള്ളോ, അപ്പോഴേക്കും നിനക്ക് ഇവിടെ മടുത്തോ? ദത്തൻ വലതു കൈ കൊണ്ട് അവളുടെ ചുണ്ടിലെ ചായ തുടച്ച് നീക്കിക്കൊണ്ട് ചോദിച്ചു. എനിക്ക് എന്തോ ഇവിടെ ഒരു സുഖമില്ല. കുറേ ആളുകൾ, അവർ പരസ്പരം മിണ്ടാതെ നടക്കുന്നവര്, പക, വെറുപ്പ്, ദേഷ്യം, വാശി. എനിക്ക് എന്തോ ശ്വാസം മുട്ടുന്ന പോലെ തോന്നാം. അടുത്ത മാസം നിനക്ക് ക്ലാസ് തുടങ്ങുമല്ലോ, അപ്പം നമുക്ക് തിരിച്ചു പോവാം. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടും നിനക്കിവിടെ നിൽക്കാൻ ഇഷ്ടമായില്ലെങ്കിൽ നമുക്കിവിടെ അടുത്തേക്ക് 1 മാസത്തേക്ക് റെൻറ്റിന് വീടെടുക്കാം, പോരെ? വെത്താ എന്താടി? ഒന്നുമില്ല. അവൾ ദത്തൻ്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ച് തോളിൽ തലവെച്ച് അകലേക്ക് നോക്കിയിരുന്നു.
നിന്നോട് ദർശനം വല്ലതും സംസാരിച്ചോ? കുറച്ച് നേരത്തെ മൗനത്തിന് ശേഷം ചോദിച്ചു. ഇല്ല, ആ ചേച്ചി അധികം ആരോട് സംസാരിക്കില്ല എന്ന ചെറിയമ്മ പറഞ്ഞ. എന്നേക്കാ 1 വയസ്സ് മൂത്തത് രാഘേട്ടൻ. ഏട്ടൻ്റെ കോളേജിലെ ജൂനിയറായിരുന്നു ദർശന. വർഷങ്ങളായിട്ടുള്ള പ്രണയമായിരുന്നു അവരുടേത്. പക്ഷെ ദർശന ഓപ്പണാണ്. അതുകൊണ്ട് കല്യാണത്തിന് തറവാട്ടിലുള്ളവർ സമ്മതിച്ചില്ല. പക്ഷെ രണ്ടുപേരും കാത്തിരുന്നു. അവരുടെ സ്നേഹത്തിന് മുന്നിൽ തറവാട്ടിലുള്ളവർക്ക് തോറ്റു കൊടുക്കേണ്ടി വന്നു. അങ്ങനെയാണ് കുറച്ച് മാസം മുമ്പ് അവരുടെ കല്യാണം കഴിഞ്ഞ്. പാവല്ലേ ദർശന ചേച്ചി. ആരുമില്ലാത്ത ചേച്ചി എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും ഈ വീട്ടിലേക്ക് വന്നത്. അതുകൊണ്ട് അതുവരെ കിട്ടാത്ത വീട്ടുകാരുടെ സ്നേഹം ഇവിടെയുള്ളവരെ നിന്ന് കിട്ടുമെന്ന് ഒരുപാട് കൊതിച്ചിട്ടുണ്ടാവൂലേ പറഞ്ഞു. ദർശനം ഇങ്ങോട്ട് വന്ന് മിണ്ടിയില്ലെങ്കിൽ എൻ്റെ കുട്ടി അങ്ങോട്ട് ചെന്ന് മിണ്ടണം. ചിലപ്പോൾ ഈ വീട്ടിൽ ചെറിയമ്മയും ദർശനയും മാത്രമേ നിനക്ക് കൂട്ടായി ഉണ്ടാവൂ. ഞാൻ ദർശന ചേച്ചിയോട് അങ്ങോട്ട് ചെന്ന് കൂട്ടുകൂടാൻ തെത്താ. പക്ഷെ ചേച്ചിക്ക് എന്നെ ഇഷ്ടാവോ? ഇവിടെ എല്ലാവർക്കും അതിനോട് ദേഷ്യമല്ലേ. നിന്നെ ദർശനയ്ക്ക് ഇഷ്ടാവും. അല്ലെങ്കിൽ എൻ്റെ കുട്ടീനെ ആർക്കും ഇഷ്ടാവാത്ത. ചിലപ്പോൾ ആദ്യം ചെറിയ അകൽച്ചൊക്കെ കാണിക്കും. അതൊന്നും നീ കാര്യാക്കണ്ട. ഞാൻ നിന്നെ പുറത്ത് പോയിട്ട് വരാട്ടാ. എങ്ങോട്ടതെത്താ? പഴയ 1-2 കൂട്ടുകാരൊന്ന് കാണണം. വേഗം വരണട്ടാ. പിന്നെ കുടിക്കുക മറ്റോ ചെയ്താ അവൾ താക്കീതോടെ പറഞ്ഞു. ഇല്ലടി. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞ് ഉമ്മറത്തേക്ക് നടന്നു. അവൻ്റെ പിന്നാലെ വർണ്ണയും. ദത്തൻ യാത്ര പറഞ്ഞ് ബുള്ളറ്റ് എടുത്ത് ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയി. വർണ്ണ കുറച്ചു നേരം മുറ്റത്ത് തന്നെ നിന്നു. വലിയൊരു മുറ്റവും ചുറ്റും കുറേ ചെടികളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് മുന്നിലായി ഒരു വലിയ മാവ്. അതിൻ്റെ ചുവട്ടിൽ ഇരിക്കാനായി സിമെൻറ്റ് കൊണ്ട് ബെഞ്ചും ഉണ്ടാക്കിയിട്ടുണ്ട്. വർണ്ണ മാവിലെ കണ്ണിമാങ്ങി നോക്കി വെള്ളം ഇറക്കി നിൽക്കുമ്പോഴാണ് സ്കൂട്ടി 2 പെൺകുട്ടികൾ ഗേറ്റ് കടന്ന് അകത്തേക്ക് വന്നത്. വർണ്ണ അവരെ സംശയത്തോടെ നോക്കി. അവരും തിരികെ വർണ്ണയെ നോക്കി നിൽക്കുകയാണ്. ഈ കുരുട്ട് ഏതടി ശീലു? തലയിലെ ഹെൽമെറ്റ് അഴിച്ചുകൊണ്ട് ശ്രീഭദ്ര പിന്നിലിരിക്കുന്ന ദേവശില്പിയോട് ചോദിച്ചു. ഓടി എനിക്കറിയില്ല. എടി, ഇനി ഇത് ദേവേണ്ട ആരെങ്കിലും ആണോ? ഒരു കുട്ടിയുള്ള പെണ്ണിനെങ്ങാനാണോ ഈ ദേവേട്ടൻ കെട്ടിയിരിക്കണേ? ഈശ്വര, ഇനി അങ്ങനെയായിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ ആ പാർവതി ഉച്ചയ്ക്ക് ഏഷന് പറയാൻ വിളിക്കുമ്പോൾ പറയായിരുന്നു, ഇത് ചിലപ്പോൾ ഏട്ടൻ്റെ ഭാര്യയുടെ അനീറ്റി അങ്ങനെ ആയിരിക്കും. അവർ പരസ്പരം പിരിമുറുക്കുന്നു നോക്കി വർണ്ണ മുറ്റത്ത് തന്നെ നിന്നു. കുറച്ച് കഴിഞ്ഞ് അവർ രണ്ടുപേരും അവളുടെ അരികിലേക്ക് വന്നു. ദേവശില്പി ശ്രീഭദ്രയാണോ? അവരെ കണ്ട് വർണ്ണ ചോദിച്ചു. ആണെങ്കിൽ ഇതൊക്കെ ചോദിക്കാൻ നീ ആരടി? ശീലു ചോദിച്ചു. ഇടയ്ക്ക് അവളുടെ കണ്ണ് മുകളിലത്തെ മുറിയിലെ ജനലിനടുത്തേക്ക് നിൽക്കുന്ന ആളിലേക്കും പോയിരുന്നു. ഞാൻ വർണ്ണ ദേവദത്തൻ. അത് കേട്ടതും ശീലവും ഭദ്രൻ ശരിക്കും ഞെട്ടി. നീയാണോ ദേവേണ്ട ഭാര്യ? ഭദ്ര വിശ്വാസം വരാതെ വീട് ചോദിച്ചു. അതെല്ലോ, അവൾ പുഞ്ചിരോടെ പറഞ്ഞു. ശീലവും ഭദ്രയും പറഞ്ഞ മൊത്തത്തിലൊന്ന് നോക്കി. അധികം വലിപ്പമില്ലാത്ത ഒരു ചെറിയ പെൺകുട്ടി. കണ്ടാൽ 18 വയസ്സ് തികച്ചു തോന്നിക്കില്ല. ഇവൾ ദേവേന്റെ ഭാര്യ. അവൾക്ക് വിശ്വസിക്കാനായില്ല. നിങ്ങളെന്തെങ്ങനെ നോക്കണേ? വർണ്ണ സ്വയം ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു. അപ്പൊ നീയാണ് അവളല്ലേ? ഞങ്ങളുടെ പാറു ചേച്ചിയുടെ സ്ഥാനം തട്ടിയെടുത്ത വർണ്ണ. നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ട് വേണടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ? പാറു ചേച്ചി ഈ വീട്ടിലെ രാജകുമാരിയാണ്. ആ ചേച്ചിയെ വിഷമിപ്പിച്ച് ആദ്യമൊക്കെ കാലം ഇവിടെ സുഖിച്ച് ജീവിക്കാന്ന് കരുതണ്ട നീ. ഞങ്ങളതിന് സമ്മതിക്കില്ല. ദേവേട്ടൻ പാറു ചേച്ചിയുടെയാണ്. ശീലു ഉറക്കെ പറഞ്ഞു. അത് കേട്ട് അന്തം വിട്ട് നിൽക്കാണ് വർണ്ണ. ഞങ്ങളുടെ പാറു ചേച്ചിയൊക്കെ എന്ത് യോഗ്യതയാണ് നിനക്കുള്ളേ? ചേച്ചിയേക്കാൾ. ശീലു, മതി നിർത്തിയേക്ക്. ആ പിശാശ് പോയി. ഭദ്ര മുകളിലെ ജനലിനരികിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ പാട്ട് കഴിഞ്ഞു. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.